നമസ്കാരം. വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ കിംസ് അൽഷിഫ ആശുപത്രി സൽവ കെയർ ഹോമിന്റെ സ്മൈൽ പദ്ധതിക്ക് വാഹനം നൽകി. തെരുവുകളിൽ ഭിക്ഷാടന വൃത്തിയിൽ ഏർപ്പെട്ട യാചകരെ ഏറ്റെടുത്ത പരിചരണവും കൌൺസിലിംഗും വൈദ്യചികിത്സയും നൽകി പുനരധിവസിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്മൈൽ പദ്ധതിയിലേക്കാണ് വാഹനം നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പിനു കീഴിൽ പ്രവർത്തിക്കുന്ന സ്മൈൽ പദ്ധതിയിലേക്കാണ് കിംസ് അൽഷിഫ ആശുപത്രിയുടെ CSR ഫണ്ടിൽ നിന്നും വാഹനം നൽകിയത്. തെരുവുകളിൽ ഭിക്ഷാടന വൃത്തിയിലേർപ്പെട്ട യാചകരെ ഏറ്റെടുത്ത പരിചരണവും കൌൺസിലിംഗും വൈദ്യചികിത്സയും നൽകി പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയാണിത്. ഏറ്റെടുക്കുന്നതിനോടൊപ്പം സാധ്യമാകുന്ന കൈത്തൊഴിൽ പരിശീലിപ്പിച്ച സ്വന്തം ജീവിതമാർഗം കണ്ടെത്തുന്നതിനുള്ള പരിശീലനവും ഇതിലൂടെ നടപ്പിലാക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ ഈ പദ്ധതിക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പാണ്ടിക്കാട് സൽവ കെയർ ഹോമിനെയാണ്. വാഹനത്തിന്റെ താക്കോൽദാനം കിംസ് അൽഷിഫ ആശുപത്രിയിൽ വെച്ച ഹോസ്പിറ്റൽ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ P. ഉണ്ണീൻ സൽവ പ്രതിനിധികൾക്ക് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. പൊതുജനങ്ങളുടെ ആരോഗ്യത്തോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അൽഷിഫ എന്ന് പറയുന്നതിൽ അഭിമാനവും. ഞങ്ങൾ ഏതാണ്ട് 6 വർഷങ്ങൾക്ക് മുമ്പാണ് പാവപ്പെട്ട രോഗികൾക്ക്, അതായത് ചികിത്സിക്കാൻ കഴിവില്ലാത്ത രോഗികൾക്ക്, മാരകമായ രോഗങ്ങൾ ബാധിച്ച് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ചികിത്സ കിട്ടാതിരിക്കുന്നവർക്ക് പ്രത്യേകമായ ഒരു സഹൃദയ ട്രീറ്റ്മെൻറ്റ് പദ്ധതി തുടക്കം കൊടുത്തു. ആ സഹൃദയ ട്രീറ്റ്മെൻറ്റ് പദ്ധതിയിലൂടെ ഏതാണ്ട് 3000-ൽ പരം സർജറികൾ കൺസെഷൻ റേറ്റിൽ ഇവിടെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. അതുപോലെ തന്നെ ഏതാണ്ട് കിഡ്നി നഷ്ടപ്പെട്ട ആൾക്കാർക്ക് 10 പേരുടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ഈ വർഷം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ CSR ഫണ്ട് ഉപയോഗിച്ച് മാക്സിമം ആൾക്കാർക്ക് വീടായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങളായിട്ടും ഈ ആശുപത്രി ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നതിൽ വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുക. പരിപാടിയിൽ കിംസ് അൽഷിഫ CEO പ്രിയൻ KC, സീനിയർ ജനറൽ മാനേജർ സതീഷ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ, ട്രാൻസ്പോർട്ട് ഇൻചാർജ് സക്കീർ എന്നിവരും സൽവ ജനറൽ മാനേജർ നൌഫൽ, ജനറൽ സെക്രട്ടറി മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി, സെക്രട്ടറി മുഹമ്മദ്, സ്മൈൽ പ്രൊജക്ട് കോർഡിനേറ്റർ മൊയ്തീൻകുട്ടി, ട്രസ്റ്റ് മെമ്പർമാരായ ഹംസ TV എന്നിവരും പങ്കെടുത്തു. സൽവ കെയർ ഹോമിന് ഇങ്ങനെ പ്രൊജക്ട് കേന്ദ്ര സർക്കാരിന് പ്രൊജക്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വാഹനം ആവശ്യമാണ്. അപ്പോൾ താങ്കളുടെ ഒരു സഹായം അതിനുണ്ടാവണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അത് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുകയും പിന്നെ അദ്ദേഹം അന്ന് പറഞ്ഞ മറ്റൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അത് ഒഴിവാക്കിയിട്ട് ഞങ്ങൾക്കിത് അർജൻറ്റാണെന്ന് വന്നപ്പോൾ അദ്ദേഹം അത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ പ്രൊജക്റ്റ്, ഈ കാറ് വാഹനം നമുക്ക് അനുവദിച്ചു തരുന്നത്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. Jam June Hypermarket, exceeding expectations.